മോഹൻപിള്ള നേരത്തെ സിൻവി നാരായണൻ പറഞ്ഞു, അതെല്ലാം വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ 400ഓളം സ്വാമിംഗ് ഡ്രോൺസ് ഇങ്ങോട്ടേക്ക് വന്നത് അതൊരു പക്ഷേ ആക്രമണലക്ഷ്യം മാത്രമാവില്ല, നമ്മുടെ എയർ ഡിഫൻസ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് പഠിക്കലാണ് എന്ന് പഠിക്കലാകാം ലക്ഷ്യം എന്ന് വാർത്താ സമ്മേളനത്തിൽ അവർ പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തുർക്കിയിൽ നിന്ന് കിട്ടിയ ഡ്രോണുകളെ പറ്റി പറയുന്നു. നേരത്തെ സിൻവി നാരായണൻ പറഞ്ഞതുപോലെ തുർക്കി ഒരുപാട് ആയുധങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്, ചൈന ഒരുപാട് ആയുധങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്, അത് രഹസ്യമായും പരസ്യമായും. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ആവനാഴിയിൽ നമ്മൾ കരുതാത്തത്ര ആയുധങ്ങളുണ്ട് എന്ന് കരുതേണ്ടതുണ്ടോ ശ്രീ ബ്രിഗേഡിയർ മോഹനപിള്ള? അത് ഒരു കാരണവശാലും ശരിയല്ല. നമ്മളെക്കുറിച്ച് പഠിക്കേണ്ട ഒരാവശ്യം അവർക്കില്ല. അത് എന്താണ് എങ്ങനെയാണ് എന്നൊരു ഇനിഷ്യൽ ട്രയൽ നടത്തേണ്ട ഒരു കാര്യം ടെററിസ്റ്റാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ ആ കാര്യത്തിൽ നിന്നും ബോധ്യപ്പെടുന്നത്. ഇവിടെ ഇഫ് യു പെർമിറ്റ് മീ, എനിക്ക് 1-2 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറയണം. കാര്യം നമ്മൾ യുദ്ധം, ഒരു രാജ്യവും ഇൻറ്റൻഷനലി യുദ്ധം ആഗ്രഹിക്കുന്നില്ല. അത് കറക്റ്റാണ്, നമുക്ക് പറയുകയും ചെയ്യാം. എല്ലാ കാര്യങ്ങളും 100% കറക്റ്റാണ്. യു ഹാവ് ടു ബി ബിറ്റ് ലോ അബൌട്ട് ഇറ്റ്. ബട്ട് ഓൺലി തിങ്, ഇതിനകത്തുള്ള 2 കാര്യങ്ങൾ പറയാം. ഇന്ന് ഏറ്റവും രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം, ജമ്മു ആൻഡ് കാശ്മീരിലെ മുഫ്തി മുഹമ്മദ് എന്ന് പറയുന്ന ലേഡി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, വസീരി ആസം ടെററിസ്ഥാനി, അതുപോലെ തന്നെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദിയും കൂടി ഒന്ന് ഫോണിൽ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. 2 സൈഡിലും കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും മരിച്ചു വീഴുന്നുവെന്ന്. പഹൽഗാമിൽ അത്രയും പേരുടെ ജീവൻ പോയപ്പോൾ ഈ സ്ത്രീയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നില്ലല്ലോ. അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ സഹോദരി 89 വിശ്വനാഥ് പ്രതാപ് സിംഗിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് വിശ്വനാഥ് പ്രതാപ് സിംഗിന്റെ ഹോം മിനിസ്റ്റർ ആയിരുന്ന മുഫ്തി മുഹമ്മദ് എന്ന് പറയുന്ന ആളിന്റെ മകള്, അതായത് ഇന്നത്തെ ഈ മുഫ്തി മുഹമ്മദിന്റെ സഹോദരിയെ ഹൈജാക്ക് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ, അതായത് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറയുകയും സുഖവാസത്തിന് കൊണ്ടുപോവുകയും ചെയ്ത ആ അവസരത്തിൽ ഇന്ത്യൻ മിലിറ്ററി വളരെ കഷ്ടപ്പെട്ട് പിടിച്ച തീവ്രവാദികളെ 5 ദിവസത്തിന് ശേഷം വിട്ടയക്കാനുള്ള ഒരു ഡ്രാമ നടത്തി. ആ ഡ്രാമ നടത്തിയത് മാത്രമല്ല, ഈ 5 ടെററിസ്റ്റുകൾ അവിടെ ഇന്ത്യൻ ആർമിയുടെ മുന്നിൽ നിന്ന് ഡാൻസ് ചെയ്ത് മുദ്രാവാക്യം വിളിച്ച് ഓപ്പണായിട്ട് അവിടെ നിസ്സഹാരായിട്ട് നിൽക്കേണ്ടി വന്നിരിക്കുന്ന ഡിഫൻസ് ഫോഴ്സസിന്റെ കണ്ടീഷൻ ഒന്ന് ആലോചിച്ചിട്ട് വേണം, യുദ്ധം വേണോ വേണ്ടയോ, ഏതാണ് ടെററിസ്റ്റ്. അതിനും കൂടി ഒരു റിപ്ലൈ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫർദർ ആൻസർ ഞാൻ പറഞ്ഞു തരാം. അത് എന്നിട്ട് JKLF-ന്റെ ജമ്മു ആൻഡ് കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിന്റെ യാസിൻ മാലിക്കാണ് ഇതിന്റെ ആ സൂത്രധാരകൻ എന്ന് എല്ലാവർക്കും അറിയാം. കൂട്ടിക്കൊണ്ടുപോയതും യാസിൻ മാലിക് തന്നെയായിരുന്നു, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കിയാണ്, ഇപ്പൊ തന്നെ നിർത്തിയേക്കാൻ. എന്താണ് കാരണം? ഇതുവരെ ഉള്ളത് മതി. ടെററിസം എന്ന് പറയുന്ന ഈ ഒരു സാധനം തുടങ്ങി വെച്ചതേ ഉള്ളൂ. ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ടെററിസ്റ്റുകൾ ഇപ്പോഴും കാശ്മീരിലില്ല എന്ന് നമുക്കറിയാൻ പറ്റുമോ? ഇപ്പോഴും ഉണ്ട്. വി ഹാവ് ടു ബി വെരി വെൽ പ്രിപ്പയർഡ് ഫോർ ദി ജിഹാദി. വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ ഫിദായിൻ. ഉണ്ടാവാം, ഫിദായിൻ അറ്റാക്ക് തന്നെ എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് ഉണ്ടാവാം. അപ്പോൾ എന്ത് ആൻസർ കൊടുക്കും? ഒരു ആൻസറും ഇല്ല. പക്ഷെ ഇതിനെ തീർക്കുവാനായിട്ട് പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് വേണ്ടത്. പെർമനന്റ് സൊല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 7/11 അമേരിക്കയിൽ ഉണ്ടായ ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം പിന്നീട് അമേരിക്കയിൽ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണെന്നൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് അതേപോലെ തന്നെ ഇന്ത്യയും സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സ് എടുക്കണം. ഒരു കാരണവശാലും നമ്മൾ സംസാരിക്കും മതേതരത്വം, ബഹുസ്വരത്വം, വസുദൈവ കുടുംബകം, ഇതൊന്നും കൊണ്ട് തീവ്രവാദം തീരാൻ പോകുന്നില്ല. നമുക്ക് മനസമാധാനത്തോടെ കിടന്നുടങ്ങുവാൻ പറ്റത്തില്ല ഒരു കാരണവശാലും. ഈ ടെററിസത്തിന്റെ ഇതിനൊരു ആൻസർ കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് അടിക്കടി എന്നുള്ളത് അത് ഇരന്നു വാങ്ങുകയാണ്. ഇപ്പം പറയുന്നു യുദ്ധമില്ല. അതായത് ഗുജറാത്ത് മുതൽ രാജസ്ഥാൻ മുതൽ പഞ്ചാബ് മുതൽ ജമ്മു ആൻഡ് കാശ്മീർ വരെയുള്ള നിരയായിട്ടുള്ള എല്ലാ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റിനെയും ഒരേ സമയം സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് യുദ്ധമല്ലാതെ പിന്നെ എന്താണ്? ഒരു പെർട്ടിക്കുലർ പോയിന്റിലാണോ അവർ എയിം ചെയ്തത്? അല്ല. ഒരു പെർട്ടിക്കുലർ ടാർഗറ്റ് ആണോ ചെയ്തത്? അല്ല. വി നെവർ ഡിക്ലെയർഡ് വാർ. ഇപ്പോഴും അതിർത്തിയിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. വാർ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതിർത്തി കാക്കുന്നത് BSF ആണ്. ഇൻ കേസ് ഓഫ് വാർ ദ BSF ഹാസ് ടു മൂവ് ബാക്ക് ആൻഡ് റെഗുലർ ആർമി ഷുഡ് മൂവ് അഹെഡ്. അതാണ് ആ സിറ്റുവേഷൻ എന്ന് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ
ഒരിക്കലും ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിനൊരു സൊല്യൂഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ അവസരം ഇപ്പോൾ വേണ്ട ചൈന എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു, വി ഡോണ്ട് വാണ്ട് ടു ഇന്റർഫിയർ. Both the countries, neighboring countries should sort out the issue by themselves. But here also the cunning jackal US ആണ്. എന്താണ് അവർ പറഞ്ഞത്? അത് ആ സമയത്ത് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചും പറയും. ഇന്നലെ ജോൺ ബിട്ടാസ് പറഞ്ഞ വളരെ കറക്റ്റാണ്. അമേരിക്ക പറഞ്ഞു, മീഡിയയിൽ ഹൈലൈറ്റ് വരികയാണ്, അമേരിക്ക പറഞ്ഞു ടെററിസ്ഥാൻ ആക്രമണം നിർത്തി. 10 മണി കഴിഞ്ഞതോടെ ആക്രമണം നിർത്തി. ഡൊണാൾഡ് ട്രംപ് ഡിക്ലെയർ ചെയ്തു, ഇനിയും ആക്രമണം വേണ്ട, ടെററിസ്ഥാൻ പുറകോട്ട് പോയി. നോ, ഇവിടെയാണ് പ്രശ്നം. വാട്ട് ദേ സെഡ് ടുഡേ, ഇന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ന് പറഞ്ഞിരിക്കുന്നത് നേരെ തിരിച്ചാണ്. അതിനകത്തോട്ട് ഇന്റർഫിയർ ചെയ്യാൻ ഞങ്ങളില്ല. എനിവേ ദേ സ്റ്റാർട്ടഡ്, ദേ വാണ്ടഡ് ടു സീ ദ ഗെയിം. ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ ബൾക്ക് ഓർഡർ ഫ്രം ടെററിസ്ഥാൻ, ബൾക്ക് ഡിഫൻസ് ഓർഡർ, ബൾക്ക് ആംസ് ആൻഡ് ആമുനേഷൻ ഓർഡർ. ദേ ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പം ആ ഒരു കണ്ടീഷനിൽ ഒരിക്കലും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഈ ഇൻസിഡന്റ് ഉണ്ടായാൽ തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്യുവാൻ ഇന്ത്യയാണെങ്കിലും നെയ്ബറിംഗ് കൺട്രി ആണെങ്കിലും മാത്രമേ കാണുകയുള്ളൂ. ആരും ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് വരില്ല. ദേ ദംസെൽഫ് ആർ റെസ്പോൺസിബിൾ. ഇവിടെ ഒരു ട്വിസ്റ്റ് വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ട്രഡീഷൻ അനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു മാർഷ്യൽ ലോ ഡിക്ലെയർ ചെയ്ത് ഒരു അവിടുത്തെ മിലിറ്ററി ചീഫ് പ്രസിഡന്റ് ആവുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത്. ഇപ്പോൾ അവിടെ ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഇവിടെ ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത്, ഇതിനൊരു ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇമ്രാൻഖാനെ റിലീസ് ചെയ്തിട്ട്, ഓഫ് കോഴ്സ് അവിടെ PPPയും PMLഉം തമ്മിലുള്ള ജോയിന്റ് സർക്കാരാണല്ലോ, അപ്പോൾ അവരെ റിലീസ് ചെയ്തിട്ട് സിവിൽ ഗവൺമെന്റിന് സ്റ്റെബിലിറ്റി കൊടുക്കാനായിരിക്കണം നമ്മൾ കൂടുതൽ സമയം ശ്രദ്ധിക്കേണ്ടത്. സിവിൽ ഗവൺമെന്റിന് സ്റ്റെബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ, അവിടെ ഒരു സ്റ്റെബിൾ ഗവൺമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ, അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വന്നിട്ട് മാർഷ്യൽ ലോയ്ക്ക് കാര്യമില്ല എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ അതായത് ജപ്പാനിൽ ദാറ്റ് ദി മർക്കാദർ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴാണ് എക്സിസ്റ്റ് ആയെന്നുള്ളത്, അതുപോലെ അവിടെ ഒരു ഭരണഘടനയിൽ ഒരു മേജർ ചേഞ്ച് വന്ന് ഈ തീവ്രവാദികൾക്ക് മെജോറിറ്റിയുള്ള, അതുപോലെ ISI കൺട്രോൾ ചെയ്യുന്ന ഡിഫൻസ് ഫോഴ്സസിന് ഒരു കാരണവശാലും എക്സ്ട്രാ പവർ കൊടുക്കാതെ ഗവൺമെന്റിന്റെ അണ്ടറിൽ ഒരു ഗവൺമെന്റായി മുന്നോട്ട് പോകുന്നു.